ഹലോ അസ്സലാമു അലൈക്കും. ഈ നോമ്പിന് നമുക്ക് ഈ ചൂടിനും പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ചൂടിന് നമുക്ക് തണുപ്പ് അത്യാവശ്യമാണല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഈ ഇത് നമ്മളെ ശരീരത്തെ തണുപ്പിക്കാനും നമുക്ക് ദാഹവും വിശപ്പും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മളൊരു പാന് വെച്ചിട്ട് ഒരു 1.5 ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്തെടുക്കണത്. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണ് മാത്രമേ ചേർത്തെടുക്കണുള്ളൂ. എന്നിട്ട് നമ്മളിതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു 10 അണ്ടിപ്പരിപ്പും 10 ബദാമും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് നമ്മളിതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് അതൊന്ന് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 1/2 ലിറ്റർ പാൽ നമുക്ക് ചേർത്തെടുക്കാം. ഈ 1/2 ലിറ്റർ പാല് ചേർത്തെടുക്കുമ്പോൾ അതേ അളവിന് നമ്മൾ ഇതൊന്ന് കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അളവിന് നമ്മൾ വെള്ളവും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാലിൻ്റെ അതേ അളവിനാണ് നമ്മൾ വെള്ളവും ചേർത്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തെടുക്കാം. 2 ടേബിൾ സ്പൂണോളം ചേർത്തെടുക്കുന്നുണ്ട്. നല്ല മധുരം വേണ്ടവർക്ക് അങ്ങനെ ചേർത്തെടുക്കാം. നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കുന്നത്. അപ്പോൾ അതാ കൂവപ്പൊടിയാണ്, ഒരു 1.5 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്ന് നല്ലോണം ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് എന്നിട്ട് നമ്മൾ കൈ വിടാണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് ചെറുതായി തിള വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ കൂവപ്പൊടിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ കണ്ടോ ഇതുപോലെ ചെറുതായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു മിൽക്ക് മെയ്ഡാണ് ചേർത്തെടുക്കുന്നത് മധുരത്തിന്. ഇത് ഓപ്ഷനിലാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് തിള വരാറാവണുള്ളൂ കേട്ടോ, തിളച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ഇതൊന്ന് ചെറുതായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അത്യാവശ്യം ചെറുതായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. ഇതുപോലെ മതി. ഇനി ഒന്നും കൂടി ഒന്ന് ചെറുതായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തിളച്ച് മറിയും. അങ്ങനെ തിളച്ച് മറിയണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടല്ലോ ഇതുപോലെ കുറുകിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് ചൂടാറാനായി വെക്കാം. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഇത് ചെറുപഴം, നമ്മളെ വെണ്ണൂറാം പൂവമ്പഴം എന്നൊക്കെ പറയില്ലേ, വെണ്ണൂറാം പഴം, ഈ വെണ്ണൂറിൻ്റെ ഒരു കലർന്ന ഒരു പഴം, ആ പഴം വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഏത് ചെറുപഴം എടുക്കാം. അതാണെങ്കിൽ ഒന്നും കൂടി തണുപ്പും കൂടുതലാണ്. നമ്മൾ കുന്നമ്പഴം അതൊക്കെ അതാണെന്ന് തോന്നുന്നു, എനിക്കിനി അറിയില്ല. അതുകൂടി ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കസ്കസ് വെള്ളത്തിലിട്ടതാണ്, അതൊരു 2 ടേബിൾ സ്പൂണ് അതുകൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പാകത്തിന് കുറുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ തണുപ്പിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നോമ്പിന് മാത്രമല്ല അല്ലാത്തപ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.